അമാനെ തെളിവെടുപ്പിനായി കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. സൽമാബിയുടെ വീട്ടിലേക്ക്, താഴെ പാങ്ങോട്ടുള്ള വീട്ടിലേക്കാണ് ആദ്യം കൊണ്ടുപോവുക. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും 5 കൊലപാതകങ്ങൾ ഒരു മടിയും കൂടാതെ ചെയ്ത അഫാന്റെ ഏറ്റവും അടുത്ത അല്ലെങ്കിൽ ഏറ്റവും ക്ലോസസ്റ്റ് വിഷ്വലാണ് നമ്മളിപ്പോൾ നൽകുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള നിസ്സംഗത അദ്ദേഹത്തിന്റെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയില്ല. ഇന്ന് രാവിലെ അദ്ദേഹം ഈ പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആശുപത്രിയിലേക്ക് പോകുമ്പോൾ പോലും ഏതെങ്കിലും തരത്തിലുള്ള നിസ്സംഗത അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും 2 അന്വേഷണ ഉദ്യോഗസ്ഥർ നടുവിലിരിക്കുന്ന അഫാനെ. അങ്ങനെയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഇയാളുമായി ആദ്യം പോലീസ് പോകുന്നത് താഴെ പാങ്ങോട്ടേക്കുള്ള വീട്ടിലേക്കായിരിക്കും. അവിടെ നിന്നായിരിക്കും മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ താഴെ പാങ്ങോട്ടുള്ള വീട്ടിൽ വലിയ സുരക്ഷ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ഈ പോലീസ് സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ അത് വളരെ വളരെ കൂടുതലാക്കണം എന്ന് നേരത്തെ തന്നെ ആറ്റിങ്ങൽ ഡിവൈഎസ്പി നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പോലീസ് സേനയെ ഈ താഴെ പാങ്ങോട്ടുള്ള വീട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അഫാന്റെ ശരീരത്തിൽ ചില പാടുകളുണ്ട്. പക്ഷേ ആ ദിവസം ഉണ്ടായ സംഘർഷങ്ങളിൽപ്പെട്ട പാടാണോ എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴും അറിയില്ല. നമുക്ക് അദ്ദേഹത്തിന്റെ ഇടത്തെ കൈയിൽ അത് വിലങ്ങ് വെച്ചിരിക്കുകയാണ്. ഇടത്തെ കൈയിൽ കുറച്ച് ബാക്കിയായി അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പാടുണ്ട്. ആ പാടുൾപ്പെടെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാൻ സാധിക്കും. ഏതായാലും അതെന്ത് തന്നെയാണെങ്കിലും അഫാന് നിലവിൽ ഇപ്പോൾ ഒരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല എന്ന ഈ കല്ലറ ആശുപത്രിയിലെ ഡോക്ടർമാർ ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ച് പോലീസിന് റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് 3 മണിക്കൂറോളം വിശ്രമ സമയം അനുവദിച്ച ശേഷമാണ് താഴെ പാങ്ങോട്ടുള്ള, അതായത് ഈ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ പോലീസിന്റെ ആദ്യ തെളിവെടുപ്പ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും തെളിവെടുപ്പിലേക്ക് പോലീസ് കടക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സൽമാ ബീവി, അതായത് അഫാന്റെ പിതാവിന്റെ മാതാവായിരുന്നു, അവരെയാണ് മാലയ്ക്ക് വേണ്ടി ഈ അഫാൻ കൊലപ്പെടുത്തിയത്. അവരുടെ വീട്ടിലേക്ക്, കൊല നടന്ന താഴെ പാങ്ങോട്ടുള്ള വീട്ടിലേക്കാണ് ആദ്യം പോലീസിന്റെ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ പക്ഷേ നാടിനെ ഞെട്ടിച്ച, നമ്മൾക്ക് മുൻപെങ്ങും കേട്ട് പരിചയമില്ലാത്ത തരത്തിലേക്ക് കേരളത്തിന്റെ മനസ്സാക്ഷി മൂക്കത്ത് വിരൽ വെച്ച സംഭവത്തിൽ ആദ്യത്തെ പോലീസിന്റെ തെളിവെടുപ്പിന് പോകുന്നു.